അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ അനുഗ്രഹങ്ങൾ? നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, നാവ്, കൈ, കാല്, മുഖം, എല്ലാം കുറേ അനുഗ്രഹങ്ങൾ തന്നില്ലേ? നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, വെള്ളം, വായു, അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ അല്ലേ? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ത്? വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. എന്താണ്? അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്താം. ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ എന്താണ്? നമുക്ക് കഴിയൂല. ലാ തുഹ്സുഹ, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ എന്താകൂല? കഴിയൂല, എണ്ണി കഴിക്കാൻ കഴിയൂല. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹമാണ് എന്തുള്ളത്? മഴ എന്നുള്ളത്. നമുക്കറിയാം എന്ത്, ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം മഴ പെയ്യുക അല്ലേ? അപ്പം കൂട്ടുകാരുടെ നാട്ടിൽ മഴ പെയ്യുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയാം ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് ഇപ്പം അള്ളാഹു അനുഗ്രഹമാണ് എന്ത്? മഴ എന്നുള്ളത്. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ഇപ്പം നല്ല മഴയുണ്ട്, നമുക്കിപ്പം നല്ല കാലാവസ്ഥയാണ്, നല്ല മഴയുണ്ട്. ഇപ്പം ചിലപ്പോൾ നമുക്കെന്താകും? മഴ ഒരു ഉപദ്രവമായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താക്കണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, മഴ നമുക്ക് ഉപദ്രവമായി വരല്ലേ എന്നുള്ള ഇതിൽ. അതേപോലെ തന്നെ മഴയില്ലെങ്കിൽ നമ്മളിവിടെ എന്താക്കുക? ഭൂമിയിൽ നമുക്ക് വെള്ളം കിട്ടില്ല, പാചകം ചെയ്യാനുള്ള പാചകം ചെയ്യാനുള്ള ഇത്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പച്ചക്കറികൾ, അങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ. നമുക്ക് കൃഷി ചെയ്യാനുള്ളത്, പാടത്ത് അങ്ങനത്തെ വെള്ളമൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ജീവിക്കാൻ എന്താകണം? വെള്ളമാണ് അല്ലേ? അപ്പോൾ മഴ എന്നുള്ളത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. അതെ, കൂട്ടുകാരെല്ലാവരും എന്താക്കണം? ഈ പ്രാർത്ഥന പഠിച്ച് മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. എന്താണ്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹുവേ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ നൽകണേ. എന്താണ് ഉപകാരപ്രദമായ മഴ നൽകണേ പറഞ്ഞത്? കാരണം മഴ പെയ്താൽ ചിലപ്പോൾ നമുക്ക് കുറേ ഉപദ്രവങ്ങളുണ്ടാകും. നമുക്കറിയാം, ഉരുൾ പൊട്ടുക, അങ്ങനെ കുറേ ഉപദ്രവങ്ങളുണ്ടാകും, വെള്ളം കയറുക. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്ത്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്താക്കണം? ഈ പ്രാർത്ഥന പഠിച്ച് മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രാർത്ഥിക്കണം? മുതിർന ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. എന്താണ്? അതെ, മുതിർന ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടുമാണ് എന്തുള്ളത്? നമുക്ക് മഴ ലഭിച്ചിട്ടുള്ളത്. നമ്മളെന്താ? അള്ളാഹുവിനോട് എന്താക്കണം? സ്തുതിക്കണം, അൽഹംദുലില്ലാ പറയണം, അള്ളാഹുവിനെ വാഴ്ത്തണം. അപ്പം ഈ മഴ നമുക്ക് നൽകിയ അള്ളാഹുവിനെ നമ്മളെന്താക്കണം? എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മഴ എന്താണ് മറ്റേ പ്രാർത്ഥന? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. അപ്പം ഇൻഷാ അല്ലാ കൂട്ടുകാരെല്ലാവരും എന്താക്കണം? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിൽ നിന്നുള്ള എല്ലാ ഉപദ്രവങ്ങളെയും നമ്മളിൽ നിന്ന് കാക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.